ദൈവം സാക്ഷി. ബിഷപ്പ് മാർ തോമസ് ചക്യാത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകത്തിന്റെ പേരാണ് ദൈവം സാക്ഷി. സ്വതവേ സമവായത്തിന്റെ ആളാണ് മാർ ചക്യാത്ത്. പലപ്പോഴും സ്വന്തം താല്പര്യങ്ങൾക്കെതിരായിട്ടും മറ്റുള്ളവരുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങിയും അദ്ദേഹം തീരുമാനങ്ങൾ മാറ്റിയിട്ടുണ്ട്. ചുറ്റുമുള്ള പലരും അത് മുതലെടുത്തിട്ടുമുണ്ട്. മറ്റു പലർക്കും മുറിവേൽക്കുവാനും അത് കാരണമായിട്ടുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിന്റെ 108 മുതലുള്ള പേജുകൾ ആരാധനാക്രമ നവീകരണത്തെക്കുറിച്ചാണ്. അതിലെ ചില പരാമർശങ്ങൾ രൂക്ഷമാണ്, ആത്മവിമർശനമാണ്. കേരളത്തിലെ രൂപപ്പെട്ട ഈ പ്രതിസന്ധിയുടെ ആഘാതം കേരളത്തിൽ ഒതുങ്ങില്ല, പതിറ്റാണ്ടുകൾ വേണ്ടിവരും സഭാഗാത്രത്തിലെ ഈ മുറിവുകൾ ഉണങ്ങുവാൻ. അമിതാവേശവും തിരക്കും എന്ന തലക്കെട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: വേറൊരു പ്രശ്നമായത് പിതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് അതിതീക്ഷ്ണതയും ധൃതിയും കൂടിപ്പോയതാണ്. വലിയ വേരോട്ടമുള്ള സാംസ്കാരിക ശൈലികൾക്ക് മാറ്റം വരുത്തുന്നത് ശ്രദ്ധയോടെ വേണമെന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ നൽകുന്ന വിലപ്പെട്ട അറിവ് പിതാക്കന്മാർക്ക് ഇല്ലാതെ പോയി. ശ്രദ്ധക്കുറവ് ആവർത്തിക്കുന്നു എന്ന തലക്കെട്ടിൽ പുതിയ കുർബാന ക്രമത്തെക്കുറിച്ച് 1999 ശേഷം അജണ്ടയിൽ ഉൾപ്പെടുത്തി സിനഡ് ചർച്ച ചെയ്യുന്നത് 2020 മാത്രമാണെന്ന് പറയുന്നുണ്ട്. 2021 തീരുമാനത്തിലും അപാകത ആവർത്തിച്ചു എന്നത് വലിയ വിരോധാഭാസമാണ്. വഴിതെറ്റിയെന്ന അറിവ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ തിരിച്ചു നടത്തത്തിന് വേഗത കൂട്ടാൻ ഉപകരിച്ചു. അത്തരമൊരു തിരിച്ചറിവ് ലഭിച്ചെങ്കിൽ മാത്രമേ സഭയുടെ മുന്നോട്ടുള്ള പോക്ക് സുഗമമാവുകയുള്ളൂ. ചക്യാത്ത് പിതാവ് തുടരുകയാണ്: അഹന്തയും സ്വാർത്ഥതയും നിറഞ്ഞ മനസ്സോടെ എടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റുകൾ കടന്നുകൂടും എന്നത് സ്വാഭാവികമാണ്. ആരാധനക്രമ നവീകരണത്തെ സംബന്ധിച്ച തീരുമാനങ്ങളെ ഇവ എത്ര ബാധിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കണം. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് യഥാർത്ഥ ആത്മശോധന ചെയ്യുവാൻ ഞാൻ ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവരും തയ്യാറാകണമെന്ന ബോധ്യം എൻ്റെ മനസ്സിൽ ശക്തിപ്പെടുന്നു. മൃദുവായ ഭാഷയിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് ചക്യാത്ത് പിതാവ് ഉയർത്തുന്നത്. പ്രിയ മെത്രാന്മാരെ, റിട്ടയർ ചെയ്തതിനു ശേഷം ആത്മവിമർശനം നടത്തുന്നതിൽ അർത്ഥമില്ല. അന്നത് ചെയ്യാമായിരുന്നു, സുവിശേഷാത്മക ധൈര്യം കാണിക്കാമായിരുന്നു എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് ഇന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് നിങ്ങൾ ധീരമായി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. സ്വയം ശൂന്യവൽക്കരിക്കുവാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, മനസ്സതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ ക്രിസ്തു പടിയിറങ്ങിപ്പോയോ എന്ന് സംശയിക്കണം. നന്ദി.